എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഈ ഓണത്തിന് പൂക്കളം ഇടുന്ന സമയത്ത് നടുക്ക് എപ്പോഴും വരുന്നത് തുമ്പപ്പൂക്കളായിരുന്നു കേട്ടോ. അന്നൊക്കെ വീട് കളിക്കുമ്പോൾ ചോറായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ തുമ്പപ്പൂക്കൾ തന്നെ. മുടി വളരുന്നതിനും തലയിലെ താരൻ പോകുന്നതിനുമൊക്കെ ഈ തുമ്പച്ചെടികൾ അരച്ച് തലയിൽ തേക്കുമായിരുന്നു കേട്ടോ. ഇവിടെ പണ്ട് ഒരുപാട് തുമ്പച്ചെടികൾ ഉണ്ടായിരുന്നേ. പിന്നീട് നമ്മൾ മഞ്ഞപ്പൂവ്, അമ്മിണിപ്പൂവ് എന്നൊക്കെ വിളിക്കുന്ന സിംഗപ്പൂർ ഡേസി പടർന്നു പിടിച്ചോടി തുമ്പച്ചെടികളൊന്നും കാണാതായി. ഈ മഞ്ഞപ്പൂക്കൾക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതെവിടെയെങ്കിലും പടർന്നു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയിലുള്ള ഒരു ചെടികളും പൊങ്ങി വരില്ല. അങ്ങനെ നമ്മുടെ തുമ്പച്ചെടികളൊക്കെ കാണാതായതായിരുന്നു. പക്ഷെ ഇത്തവണ പയർ നടാൻ വേണ്ടി പറമ്പ് ഇളക്കി മറിച്ചപ്പോൾ തുമ്പച്ചെടികളൊക്കെ പൊങ്ങി നിന്ന് കേട്ടോ. ഇവിടെ കുറെ ഒടിപ്പയർ നട്ടിട്ടുണ്ട്. അതിനിടയിൽ കാടുപോലെ കാണുന്നതെല്ലാം തുമ്പച്ചെടികളാണേ. ഇതിനെ ഇവിടെ ഒടിപ്പയർ, പൊളിപ്പയർ എന്നൊക്കെ വിളിക്കുക. ഇന്നത്തെ കറിക്ക് ആവശ്യമുള്ള പയർ മാത്രമേ ഒടിച്ചെടുക്കുന്നുള്ളൂ. തുമ്പ കയറി കാടായതുകൊണ്ട് ഞങ്ങൾ ഇതിനിടയിൽ നല്ല ധൈര്യം സംഭരിച്ചാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട്. ഈ പയറിങ്ങനെ ഒടിച്ചൊടിച്ചാണ് കേട്ടോ എടുക്കുക. മൂത്ത പയറാണെന്നുണ്ടെങ്കിൽ പുളിച്ചെടുക്കും. ഇത് കൂടുതലും ഇവിടെ തോരൻ വെക്കാനാണ് എടുക്കുക. പക്ഷെ ചില സമയത്ത് നമ്മൾ കറി വെക്കും. ഇന്ന് വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും വിചാരിച്ചു ഓടിപ്പയർ ഇട്ടൊരു കറി വെക്കാമെന്ന്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നമ്മൾ വീട്ടിലെ തേങ്ങ കൊണ്ട് തന്നെ ആട്ടിയെടുത്തതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് കൂടി ചേർക്കാം. ഇനി അതിലേക്ക് 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് കീറിയതും കൂടി ഇടുവാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേനും അതിനകത്തിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ച പയറും കൂടി ഇടുവാണ്. പയർ ചേർത്ത് കഴിഞ്ഞ് ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം. വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. തക്കാളി നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിലേക്ക് മസാലകൾ ചേർക്കാം. അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും നന്നായി വെള്ളം ചേർത്ത് അരച്ച തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. കറിയിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് തിളയ്ക്കാൻ വെക്കുവാണ്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തിലേക്ക് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കറി വാങ്ങാം. ചോറുണ്ണാൻ ഈ ഒരു ഒടിപ്പയർ കറി മാത്രം മതി കേട്ടോ. പച്ചവെളിച്ചെണ്ണ കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീര കൃഷ്ണൻ.